പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വഴിവിട്ട നിയമനങ്ങളും ഫണ്ട് തിരിമറിയും നടക്കുന്നതായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. മെഡിക്കൽ കോളേജ് SC/ST ഫണ്ട് കട്ടുമുടിക്കുന്ന സ്ഥാപനമായി മാറി. മാനദണ്ഡങ്ങൾ ലംഘിച്ച് സെൻട്രൽ ഡിപ്പാർട്ട്മെന്റിൽ അനധികൃത നിയമനങ്ങൾ നടക്കുന്നുവെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ഷാഫി പറമ്പിലാണ് വഴിവിട്ട നിയമനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മുൻ മന്ത്രി AK ബാലന്റെ നേതൃത്വത്തിൽ സർക്കാരും ഇപ്പോൾ കൂട്ടുനിൽക്കുന്നുവെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെ സുപ്രധാന കാര്യങ്ങളാണ് സി കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടിയത്? ദേവിക, പാലക്കാട് മെഡിക്കൽ കോളേജിൽ അടിമുടി അഴിമതിയാണ് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. നിയമനങ്ങളൊക്കെ വഴിവിട്ട രീതിയിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറയുന്ന കാര്യങ്ങൾ സർക്കാർ മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഡെന്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ സർക്കാർ അംഗീകരിച്ച 4 പോസ്റ്റുകളാണുള്ളത്. ഈ 4 പോസ്റ്റുകളും ഫില്ലുമാണ്. എന്നാൽ ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പുതുതായിട്ട് 4 പോസ്റ്റുകൾ ഈ ഡെന്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 പോസ്റ്റുകൾ ഡെന്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സൃഷ്ടിക്കുകയും അതിൽ അവരുടെ ഇഷ്ടക്കാരെ നിയമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, ഇത് വിജിലൻസ് ഈ വിഷയം കണ്ടെത്തുകയുണ്ടായി. പക്ഷേ വിജിലൻസ് ഇത്തരത്തിൽ കാര്യങ്ങൾ കണ്ടെത്തി പിന്നീട് അതിൽ തുടർ നടപടികളോ മറ്റോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു കാര്യമായിട്ട് പറയുന്നത്. മാത്രമല്ല, മെഡിക്കൽ സൂപ്രണ്ടായി നിയമിക്കേണ്ടത് 10 വർഷം പ്രവൃത്തി പരിചയമുള്ള ആളെയാണ്. എന്നാൽ പാലക്കാട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഇത്തരത്തിൽ യോഗ്യതയില്ല എന്നും യോഗ്യതയില്ലാത്തവരെ പോലും നിയമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മെഡിക്കൽ കോളേജിൽ എന്നാണ് മറ്റൊരു കാര്യമായി പറയുന്നത്. കൂടാതെ കൈക്കൂലി കേസിൽ വിജിലൻസ് പിടികൂടിയ വ്യക്തിയാണ് ഇപ്പോൾ HOD ഓർത്തോ ആയി പ്രവർത്തിക്കുന്നത്. ഇത് ഈ സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഈ പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഡയറക്ടറുടെ കാറിൻ്റെ ബോർഡ് മുതൽ അഴിമതിയുണ്ട്. ആ ബോർഡിൽ മുതൽ നിയമനങ്ങളിൽ വരെ വലിയ അഴിമതി ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഈ നിയമനങ്ങളും മറ്റുമൊക്കെ അനധികൃതമായിട്ടുള്ള നിയമനങ്ങളുമൊക്കെ തുടക്കം കുറിക്കുന്നത്, ആദ്യം അതിന് തുടക്കം കുറിച്ചു എന്നുള്ളത് ഷാഫി പറമ്പിലാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത്. അതിനുശേഷം മുൻ മന്ത്രി കൂടെയായ AK ബാലൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും അത് തുടരുന്നു. ഈ മെഡിക്കൽ കോളേജിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് AK ബാലനാണ് എന്നും BJP രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ BJP സർക്കാർ ഇനി കൃത്യമായ നടപടികൾ, ഈ കണ്ടെത്തിയിട്ടുള്ള അഴിമതിയും അതുപോലെ തന്നെ അനധികൃത നിയമനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ നടപടി സർക്കാർ സ്വീകരിച്ചില്ല എങ്കിൽ BJP ശക്തമായ സമരങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത്. ശരി അരുൺ.